സ്വന്തമായി ഒരു കട തുടങ്ങി കസ്റ്റമേഴ്സിനെ പിടിച്ച് ലാഭത്തിലെത്താൻ വർഷങ്ങളെടുക്കുമെങ്കിൽ ഒരു നല്ല ഫ്രാഞ്ചൈസിയിലൂടെ ആദ്യത്തെ ഏതാനും മാസങ്ങൾക്കുള്ളിൽ തന്നെ നിങ്ങൾക്ക് ഓപ്പറേഷണൽ പ്രോഫിറ്റ് കണ്ടു തുടങ്ങാം. ഇന്ത്യയിലെ ഭൂരിഭാഗം ഫ്രാഞ്ചൈസികളും നമ്മുടെ പ്രതിമാസ ഗ്രോസ് റവന്യൂ അഥവാ മൊത്തം വിറ്റുവരവിന്റെ 4% മുതൽ 8% വരെ റോയൽറ്റി ഫീസായി ഈടാക്കും. വൈകുന്നേരങ്ങളിൽ ചായ കുടിക്കാൻ ചായക്കടയിൽ കയറിയിട്ട് ഈ ചേട്ടൻ ഇത്ര ചായ വിറ്റാൽ ഇത്ര ലാഭം കിട്ടും, ഒരു മാസത്തിൽ ഇത്ര രൂപ, നമ്മുടെ ശമ്പളത്തിന്റെ ഇരട്ടി, നമുക്കൊരു ചായക്കട തുടങ്ങിയാലോ? ഇങ്ങനെ ഒരു വട്ടമെങ്കിലും ചോദിച്ചിട്ടില്ലാത്ത ഒരു 9 to 5 ജോലിയുള്ള ഒരാളും ഉണ്ടാവില്ല. ഞാൻ തന്നെ ഓഫീസിൽ ചായ കൊണ്ടുവരുന്ന ചേട്ടനോട് അസിസ്റ്റന്റിനെ ആവശ്യമുണ്ടോയെന്ന് എത്ര വട്ടം ചോദിച്ചിട്ടുണ്ടെന്നോ? സത്യത്തിൽ നമ്മളിൽ ഭൂരിഭാഗം പേരുടെയും ഒരു ഡ്രൈവ് ഇൻ ഡ്രീമാണിത്. കേരളത്തിൽ മാത്രം പ്രതിമാസം 100 കണക്കിന് പുതിയ കഫേകളും റെസ്റ്റോറൻറ്റുകളുമാണ് വരുന്നത്. പക്ഷേ ഈ സ്വപ്നം സാക്ഷാത്കരിക്കാൻ ഒരുങ്ങിയിറങ്ങുമ്പോൾ നമ്മളെ ഏറ്റവും കൂടുതൽ കുഴയ്ക്കുന്ന ആ വലിയ ചോദ്യം എന്താണ്? ഒരറിയപ്പെടുന്ന ഇന്റർനാഷണൽ അല്ലെങ്കിൽ നാഷണൽ ബ്രാൻഡിന്റെ ഫ്രാഞ്ചൈസി എടുക്കണോ, അതോ നമ്മുടെ ഒരു ഐഡിയ വെച്ച് ഒരു ഓൺ ബ്രാൻഡ് ഉണ്ടാക്കണോ? ഏതിലാണ് യഥാർത്ഥ ലാഭം, ഏതിലാണ് റിസ്ക് കുറവ്? നിലവിലുള്ള കുറച്ച് കണക്കുകളൊക്കെ വെച്ച് നമുക്കൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. സോ വെൽക്കം ടു ദി പ്രോഫിറ്റ് ന്യൂസ്. അപ്പോൾ നമുക്ക് ആദ്യം ഫ്രാഞ്ചൈസി മോഡലിൽ നിന്ന് തന്നെ തുടങ്ങാം. സിമ്പിളായി പറഞ്ഞാൽ, നിങ്ങൾ പണം കൊടുക്കുന്നു, അവർ നിങ്ങൾക്ക് വിജയിച്ച ഒരു ബിസിനസ് റെസിപ്പി റെഡിയാക്കി തരുന്നു. മക്ഡൊണാൾഡ്സ്, KFC, ചായ് പോയിന്റ്, അല്ലെങ്കിൽ കേരളത്തിലെ തന്നെ ട്രെൻഡിങ് ആയ ടീ ടൈം, റോൾ എക്സ്പ്രസ് എന്നിവയുടെയൊക്കെ ഫ്രാഞ്ചൈസികൾ നമ്മൾ കാണാറുണ്ട്. എന്തുകൊണ്ടാണ് ആളുകൾ ലക്ഷങ്ങൾ കൊടുത്ത് ഒരു ഫ്രാഞ്ചൈസി എടുക്കുന്നത്? അതിലൊന്നാമത്തെ കാരണം ബിൽറ്റ് ഇൻ ബ്രാൻഡ് വാല്യൂ ആൻഡ് ട്രസ്റ്റ് ആണ്. നിങ്ങളൊരു പുതിയ കട തുടങ്ങുമ്പോൾ ഇവിടുത്തെ ഫുഡ് എങ്ങനെ ഉണ്ടാകും എന്ന ആളുകൾക്ക് ഒരു സംശയമാവും ആദ്യം ഉണ്ടാവുക, അല്ലേ? എന്നാൽ ഒരു പ്രമുഖ ഫ്രാഞ്ചൈസി ആണെങ്കിൽ ഉദ്ഘാടന ദിവസം തന്നെ ആളുകളുടെ ക്യൂ ഉണ്ടാകും. ഇനി രണ്ടാമതായി സപ്ലൈ ചെയിൻ, ജീവനക്കാരുടെ ട്രെയിനിങ്, മെനു സെറ്റിംഗ് എന്നിവയെല്ലാം കമ്പനി നേരിട്ട് ചെയ്തു തരികയും ചെയ്യും. ഇതിനൊക്കെ അപ്പുറം മൂന്നാമതൊരു വലിയ ലാഭമുണ്ട്: ഷോർട്ടർ ബ്രേക്ക് ഈവൻ പീരീഡ്. സ്വന്തമായി ഒരു കട തുടങ്ങി കസ്റ്റമേഴ്സിനെ പിടിച്ച് ലാഭത്തിലെത്താൻ വർഷങ്ങളെടുക്കുമെങ്കിൽ ഒരു നല്ല ഫ്രാഞ്ചൈസിയിലൂടെ ആദ്യത്തെ ഏതാനും മാസങ്ങൾക്കുള്ളിൽ തന്നെ നിങ്ങൾക്ക് ഓപ്പറേഷണൽ പ്രോഫിറ്റ് കണ്ടു തുടങ്ങാം. പക്ഷെ ഇത്രയും കേൾക്കുമ്പോൾ എന്നാൽ പിന്നെ വേറൊന്നും നോക്കണ്ട, ഒരു ഫ്രാഞ്ചൈസി എടുത്തേക്കാം എന്ന് കരുതാൻ വരട്ടെ. കാരണം ഇനിയാണ് പലരും നിങ്ങളോട് പറയാത്ത ആ ഡാർക്ക് സൈഡ് അല്ലെങ്കിൽ ഹിഡൻ കോസ്റ്റ് വരുന്നത്. ഇനി ഞാൻ പറയാൻ പോകുന്ന കണക്കുകൾ ഇത് വെറും ഒരു സംഖ്യയല്ല, നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് ഒരൊറ്റ ദിവസം കൊണ്ട് ഇറങ്ങിപ്പോകാൻ പോകുന്ന റിയൽ ക്യാഷാണ്. അതിലൊന്നാമത്തേത് ഫ്രാഞ്ചൈസി ഫീ. 3 ലക്ഷം മുതൽ 15 ലക്ഷം രൂപ വരെ. ഒന്നോർക്കണം, ഈ കാശ് കൊടുത്താൽ ബ്രാൻഡിന്റെ പേരുപയോഗിക്കാം എന്നല്ലാതെ ഇതിൽ നിന്നൊരു ചായക്കപ്പ് പോലും നിങ്ങൾക്ക് തിരികെ കിട്ടില്ല. ഇറ്റ് ഈസ് കംപ്ലീറ്റ്ലി നോൺ റീഫണ്ടബിൾ. ഇനി രണ്ടാമത്തേത് ഇന്റീരിയർ ആൻഡ് കിച്ചൺ സെറ്റപ്പ്. 12 ലക്ഷം മുതൽ 35 ലക്ഷം രൂപ വരെ. എൻ്റെ അമ്മാവിൻ്റെ കടയിൽ നിന്ന് ലൈറ്റ് വാങ്ങാം, കുറഞ്ഞ ചിലവിൽ മേശ ഉണ്ടാക്കാം, അങ്ങനൊന്നും വിചാരിക്കാൻ പറ്റില്ല. അവരുടെ AC, അവരുടെ ബോർഡ്, അവരുടെ കസേര അവർ പറയുന്ന കമ്പനിയിൽ നിന്ന് തന്നെ വാങ്ങി ബോർഡ് എഴുതണം. മൂന്നാമത്തേത് ആദ്യത്തെ കുറച്ച് മാസം കട മുന്നോട്ട് കൊണ്ടുപോകാനുള്ള വർക്കിംഗ് ക്യാപിറ്റൽ ആൻഡ് FSSAI ഓർ GST ലൈസൻസസ്. അതിന് വേറെ വേണം 3 മുതൽ 5 ലക്ഷം രൂപ വരെ. അപ്പോൾ കൂട്ടി നോക്കിക്കേ, ടയർ 1 അല്ലെങ്കിൽ നമ്മൾ ജീവിക്കുന്ന കൊച്ചി, കോഴിക്കോടൊക്കെ പോലെയുള്ള ടയർ 2 സിറ്റികളിൽ ഒരു സാധാരണ ഫ്രാഞ്ചൈസി ഔട്ട്ലെറ്റ് തുറക്കാൻ നമ്മുടെ പോക്കറ്റിൽ നിന്ന് 18 ലക്ഷം മുതൽ 50 ലക്ഷം രൂപ വരെ ഇറങ്ങും. ഇനി എങ്ങനെയെങ്കിലും കട തുറന്നു, കച്ചവടം നടക്കുന്നു എന്ന് വിചാരിക്കാം. അവിടെയും തീരുന്നില്ല കമ്പനിയുടെ റോൾ. ഇനിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം: റോയൽറ്റി ഫീ. ഇന്ത്യയിലെ ഭൂരിഭാഗം ഫ്രാഞ്ചൈസികളും നമ്മുടെ പ്രതിമാസ ഗ്രോസ് റവന്യൂ അഥവാ മൊത്തം വിറ്റുവരവിൻ്റെ 4% മുതൽ 8% വരെ റോയൽറ്റി ഫീസായി ഈടാക്കും. ഇവിടെയാണ് ഭൂരിഭാഗം ആളുകൾക്കും തെറ്റുപറ്റുന്നത്. ഈ 8% നൽകേണ്ടത് നിങ്ങളുടെ എല്ലാ ചെലവും കഴിഞ്ഞ് കയ്യിൽ കിട്ടുന്ന ലാഭത്തിൽ നിന്നല്ല, മറിച്ച് അന്ന് കൗണ്ടറിൽ വീഴുന്ന മൊത്തം ക്യാഷിൽ നിന്നാണ്. ഒരു ഉദാഹരണം പറഞ്ഞുതരാം. നിങ്ങളുടെ കഫേയിൽ ഒരു മാസം 5 ലക്ഷം രൂപയുടെ ബിസിനസ് നടന്നു എന്ന് കരുതുക. വാടകയും സ്റ്റാഫിൻ്റെ ശമ്പളവും സാമഗ്രികളുടെ വിലയും കഴിഞ്ഞ് നിങ്ങളുടെ കയ്യിൽ ബാക്കി കിട്ടുന്ന അറ്റ ലാഭം അഥവാ നെറ്റ് പ്രോഫിറ്റ് വെറും 40,000 രൂപയാണെന്നിരിക്കട്ടെ. എങ്കിലും മൊത്തം സെയിലിൻ്റെ 6%-ആയ 30,000 രൂപ നിങ്ങൾ കമ്പനിക്ക് കൊടുത്തേ തീരൂ. അതായത് കട നഷ്ടത്തിലാണെങ്കിലും ലാഭത്തിലാണെങ്കിലും റോയൽറ്റി കൊടുത്തിരിക്കണം. പോരാത്തതിന് നിങ്ങളുടെ നാട്ടിലെ ആളുകൾക്ക് മധുരം കൂടുതൽ വേണം അല്ലെങ്കിൽ എരിവ് കുറയ്ക്കണം എന്ന് തോന്നിയിട്ട് മെനുവിലോ റെസിപ്പിയിലോ ഒരു ചെറിയ മാറ്റം വരുത്താൻ പോലും നിങ്ങൾക്ക് അവകാശമില്ല. ഒന്നുകിൽ അവരുടെ സിസ്റ്റം അല്ലെങ്കിൽ പുറത്ത്. ഇനി രണ്ടാമത്തെ ചിത്രത്തിലേക്ക് വരാം. സ്വന്തം ബ്രാൻഡ്. ആരുടെയും അടിമത്തമില്ല. നിങ്ങളുടെ സ്വന്തം കോൺസെപ്റ്റ്, നിങ്ങളുടെ പേര്, നിങ്ങളുടെ ക്രിയേറ്റീവ് റെസിപ്പികൾ. ഒരു യഥാർത്ഥ സംരംഭകനെ സംബന്ധിച്ച് ഇതിനേക്കാൾ വലിയൊരു ഡ്രീം വേറെയില്ല.
ഇവിടെ സാമ്പത്തികമായി നിങ്ങൾക്ക് കിട്ടുന്ന ഒരു വലിയ അഡ്വാൻറ്റേജ് എന്താണെന്ന് അറിയാമോ? 0 റോയൽറ്റി. നിങ്ങൾ മാസം ഉണ്ടാക്കുന്ന ലാഭത്തിൻ്റെ പൂർണ്ണ അവകാശി നിങ്ങൾ മാത്രമാണ്. ആർക്കും അതിൻ്റെ ഒരു വിഹിതവും കൊടുക്കേണ്ടതില്ല. രണ്ടാമത്, ഫ്ലെക്സിബിൾ ഇൻവെസ്റ്റ്മെൻറ്റ്. ഇൻറ്റീരിയറിന് ഫ്രാഞ്ചൈസി കമ്പനി പറയുന്ന 30 ലക്ഷം ഇറക്കേണ്ടതില്ല. പ്രാദേശികമായി ലഭിക്കുന്ന നല്ല ക്വാളിറ്റി സാധനങ്ങൾ വെച്ച് 8 ലക്ഷം മുതൽ 15 ലക്ഷം രൂപയിൽ അടിപൊളി അറ്റ്മോസ്ഫിയർ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ 100% ഫ്രീഡം. നാളെ ട്രെൻഡ് മാറുമ്പോൾ മാച്ച ടീ അല്ലെങ്കിൽ ബോബ ടീ മെനുവിൽ ഉൾപ്പെടുത്തണോ? ഒരൊറ്റ ദിവസം കൊണ്ട് നിങ്ങൾക്ക് തീരുമാനമെടുക്കാം. പക്ഷേ ഇവിടെ വലിയൊരു കടമ്പയുണ്ട്. സ്വന്തം ബ്രാൻഡിൽ നിങ്ങളെ സഹായിക്കാൻ മുൻപ് പറഞ്ഞ ആ സ്പൂൺ ഫീഡിംഗ് സിസ്റ്റം ഇല്ല. സപ്ലയർമാരെ തപ്പിയെടുക്കുന്നതും റെസിപ്പി സെറ്റ് ചെയ്യുന്നതും ഷെഫ് ഇട്ടിട്ട് പോയാൽ വേറെ ആളുകളെ കണ്ടെത്തുന്നതും ആളുകളെ കടയിലേക്ക് ആകർഷിക്കാൻ മാർക്കറ്റിംഗ് നടത്തുന്നതും എല്ലാം നിങ്ങളുടെ മാത്രം ഉത്തരവാദിത്തമാണ്. ഇന്ത്യയിലെ ഡേറ്റ പ്രകാരം സ്വന്തമായി തുടങ്ങുന്ന 70%-ലധികം കഫേകളും ആദ്യ 18 മാസത്തിനുള്ളിൽ പൂട്ടിപ്പോകുന്നത് പ്രോപ്പർ സിസ്റ്റവും മാർക്കറ്റിങ്ങും ഇല്ലാത്തത് കൊണ്ടാണത്രേ. അപ്പോൾ ചുരുക്കത്തിൽ പറഞ്ഞാൽ, നിങ്ങൾക്ക് ബിസിനസ്സിൽ ഒട്ടും പരിചയമില്ല, ഓപ്പറേഷണൽ റിസ്ക് എടുക്കാൻ വയ്യ, കയ്യിലെന്നാൽ ആവശ്യത്തിന് ഫണ്ടുണ്ട്. ഇങ്ങനെയാണെങ്കിൽ ഒരു ഫ്രാഞ്ചൈസി എടുക്കുന്നതാണ് സുരക്ഷിതം. എന്നാൽ നിങ്ങൾക്ക് ഭക്ഷണത്തോടും ഹോസ്പിറ്റാലിറ്റിയോടും വലിയ പാഷനുണ്ട്, ക്രിയേറ്റീവ് ആശയങ്ങൾ പരീക്ഷിക്കണം, ഭാവിയിൽ ഇതൊരു വലിയ ബ്രാൻഡാക്കി മറ്റുള്ളവർക്ക് ഫ്രാഞ്ചൈസി കൊടുക്കണം എന്ന വലിയ ലക്ഷ്യമുണ്ടെങ്കിൽ ഒട്ടും അടിക്കേണ്ട, ഓൺ ബ്രാൻഡ് തന്നെയാണ് നിങ്ങളുടെ വഴി. ലൊക്കേഷനും കസ്റ്റമർ സർവീസും ക്വാളിറ്റിയുമാണ് ഏതൊരു ഫുഡ് ബിസിനസ്സിൻ്റെയും നട്ടെല്ല്. അതില്ലാതെ ബ്രാൻഡ് പേര് മാത്രം വെച്ച് ഒരു ബിസിനസ്സും വിജയിക്കില്ല. അപ്പോൾ നിങ്ങളൊരു കഫേ തുടങ്ങുകയാണെങ്കിൽ ഇതിലേത് മോഡൽ തിരഞ്ഞെടുക്കാനാണ് ആഗ്രഹിക്കുന്നത്? ഫ്രാഞ്ചൈസി ആണോ അതോ ഓൺ ബ്രാൻഡ് ആണോ? അഭിപ്രായം കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പം കോണ്ടന്റ് ഇഷ്ടമായാൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു ദ ചാനൽ.